നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോൻ വായിച്ച വേദഭാഗത്തു നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാമത്തെ വാക്യം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. Those who eat my flesh and drink my blood have eternal life. വിശുദ്ധ കുർബാന, ദ ഫുഡ് ഫോർ ഇറ്റേണൽ ലൈഫ് എന്നുള്ള വിഷയമാണ് ഇന്ന് ചിന്തിപ്പാൻ്റെ കോണം സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് മാസം 9-ാം തീയതി പാരാത്രി കഴിഞ്ഞതായിട്ടുള്ള അവസരത്തിൽ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ രാജ്യറാണി എക്സ്പ്രസ് വന്ന് നിൽക്കുന്നു. യാത്രക്കാർ ഓരോന്നോരോന്നായി ഇറങ്ങുന്നതായിട്ടുള്ള അവസരം. ഒരാളെ അവിടെയൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ ഇറങ്ങുകയാണ്. എന്നാൽ ഇറങ്ങിയ അവസരത്തിൽ തന്നെ വണ്ടി വിട്ടു അവിടെ നിന്ന് പോകുന്നതിനായി. അപ്പോൾ തന്നെ കാല് ഒന്ന് പിഴച്ചു. താനെ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയ്ക്ക് വീഴുവാനായിട്ട് ഒരുങ്ങുകയാണ്. പെട്ടെന്ന് ഒരാളെ അവിടെ ഓടി വന്ന് അവളെ പിടിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അയാളുടെ വഴിക്ക് പോയി. പിന്നീട് CCTV നോക്കിയതായിട്ടുള്ള അവസരത്തിലാണ് അത് അവിടെ റെയിൽവേ ഡിപ്പോയിൽ തന്നെ ഇലക്ട്രിക് ടെക്നീഷ്യനായിട്ട് പ്രവർത്തിക്കുന്ന പാലക്കാട്ടുകാരൻ രാഘവൻ ഉണ്ണിയാണ് എന്ന് മനസ്സിലാക്കാൻ കൊണ്ടിടയായത്. The pendulum swings between life and death, death and life. ക്ലോക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പെൻഡുലം ഇങ്ങനെ ആടുന്നത് കാണാനായിട്ട് സാധിക്കും. ആ പെൻഡുലം ആടുന്നതനുസരിച്ച് നമ്മളെ ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. To save life, we need the help of another person. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ ഭാഗത്തു നിന്ന് നാം പഠിക്കാനായിട്ടുള്ളത്, വി ആർ നോട്ട് അലോൺ. തന്നെ ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം ആരെയും ആക്കിയിട്ടില്ല. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക എന്നതത്രേ പ്രാധാന്യം അറിയിക്കുന്നത്. ഇന്ന് ഇടവക ദിനവും കൂടിയാണ്. ഇടവക ദിനത്തിൽ 2 കാര്യങ്ങൾ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ സംസർഗം. അത് നമുക്കെല്ലാവർക്കും അറിയാം. അനേകം ആളുകൾ ഇന്ന് കുർബാന കൊള്ളാനായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. രക്ഷകനായുള്ള കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പ്, അത് നമുക്ക് ലഭ്യമായിട്ട് തീരുന്നു. അതേ അവസരത്തിൽ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊന്നാണ് അന്യോന്യമുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്. ദ ഫെലോഷിപ്പ് ഓഫ് ദ ബിലീവേഴ്സ് ടുഗെദർ. ഇന്ന് ആരാധനയ്ക്കായിട്ട് വന്നിരിക്കുന്ന അവസരത്തിൽ ഇത് രണ്ടും അനുഭവിപ്പാൻ നമുക്കിടയായിട്ട് തീരുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വായിച്ചതായുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. ആ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റ് 3 സുവിശേഷങ്ങളിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, ഇത് 3 നമുക്കറിയാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള രീതിയിലാണ് യോഹന്നാൻ്റെ സുവിശേഷം രചിച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാകുന്നു ഞാനാകുന്നു എന്നുള്ളതല്ല പ്രഖ്യാപനങ്ങളുള്ളത്. 7 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളെക്കുറിച്ച് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം കഴിച്ചാൽ ലാസ്റ്റ് സപ്പറിനെ കുറിച്ചുള്ള വിവരണമൊന്നുമില്ല.
എന്നാൽ അതിന് പകരമായിട്ട് ശിഷ്യന്മാരുമായി മാളിക മുറിയിൽ പെസഹ ഭക്ഷിപ്പാനായിട്ട് ചെന്നതായിട്ടുള്ള അവസരത്തിൽ യേശു അവരുടെ കാലുകൾ കഴുകിയതിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായിട്ട് ഞാൻ നിങ്ങളുടെ കാലുകളെ കഴിയെങ്കിൽ നിങ്ങളും തമ്മിൽ ചെയ്യേണ്ടതാകുന്നു എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അത് കർത്താവ് നമുക്ക് നൽകിയ പുതിയ ഒരു കൽപ്പനയാണ്. അവൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുന്നതായുള്ള ഈ ദിവസം ദൈവസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് ഇടയാവേണ്ടത്? ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവായ യേശു ക്രിസ്തു 5000 ആളുകൾക്ക് ഭക്ഷണം നൽകിയതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. കർത്താവ് ആദ്യം ഫിലിപ്പിനെ വിളിച്ച് ശിഷ്യന്മാരിൽ ഒരുവനായിട്ട് ഫിലിപ്പിനോട് പറയുകയാണ്, നമുക്ക് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇപ്പോൾ ഫിലിപ്പ് കണക്കൊക്കെ കൂട്ടി നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒരു 2000 ദിനാറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറ്റുമോ? പറ്റുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം തന്നെ. എന്നാൽ ശിഷ്യന്മാരിൽ ഒരുവനായ ആൻഡ്രൂസ് അവിടെ ഉണ്ട്, അന്ത്രയോസ് ഉടനെ പറയുന്നുണ്ട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഒന്നും ആകുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പറയുന്നതിനായിട്ട് യാതൊരു മടിയും കാട്ടിയില്ല. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. യേശുവിനെ ശിഷ്യന്മാരോട് പറയുന്നത് എല്ലാവരും ഇരിക്കാനായിട്ട് പറയും, അവരെ ഇരുത്തുവീൻ എന്നാണ് പറയുന്നത്. പന്തിയായിട്ട് അവരെ ഇരുത്തി. യേശു അതെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തു. നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറഞ്ഞു. എല്ലാവരും തിന്ന് തൃപ്തരായി. അതിൽ 5000 പുരുഷന്മാരെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി സ്ത്രീകളെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് ഓർക്കണം. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണമെല്ലാം വെറുക്കാൻ പറഞ്ഞു. എത്ര കൊട്ടയുണ്ടായിരുന്നു? 12 കൊട്ടയുണ്ടായിരുന്നു ശേഷിച്ച കഷ്ണങ്ങൾ. ഞാനിന്ന് രാവിലെ ഒരു ഗ്രാമീണ ഭവനത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് വായിക്കുകയുണ്ടായി. പൂവത്തൂരൊക്കെ ഒരു ചെറിയ ഗ്രാമീണ സ്ഥലമാണെന്ന് എൻ്റെ വിചാരം. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു കാര്യമാണ്. അവർ രാവിലെ കപ്പയൊക്കെ പുഴുങ്ങി, മീൻകറിയുണ്ട്, മുളക് ചതച്ചതുണ്ട്, അതെല്ലാമായിട്ട് എല്ലാവർക്കും വിളമ്പുകയാണ്. അപ്പം അപ്പനിരുന്നു, അമ്മയിരുന്നു, മക്കളൊക്കെ ഇരുന്നു. വിളമ്പുന്നത് ആ വീട്ടിലെ മരുമകളാണ്. അതിങ്ങനെ എല്ലാവർക്കുമായിട്ടൊക്കെ കൊടുത്തു. അപ്പോൾ അപ്പൻ അവിടെ നിന്ന് പറഞ്ഞു, നീ ഇങ്ങോട്ട് ഇരിക്കുക. അപ്പോൾ അവൾ വളരെ ഭവ്യതയോട് പറഞ്ഞു, ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പോൾ അപ്പൻ ആ കപ്പ ഇരുന്നതായുള്ള പാത്രത്തിലേക്ക് നോക്കി, ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ അപ്പൻ തന്നെ പാത്രത്തിൽ നിന്ന് 2 കഷ്ണം എടുത്ത് അങ്ങോട്ടിട്ടു. അപ്പോൾ മറ്റുള്ളവരും അവിടെ ഇരുന്നുകൊണ്ട് അതുതന്നെ ചെയ്തു. തങ്ങൾ എടുത്തതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടിട്ടു. ഈ 5 അപ്പവും 2 മീനും വാഴ്ത്തി എല്ലാവർക്കും കൊടുത്തതായുള്ള അവസരത്തിൽ ഈ ഒരു ഷെയറിങ് അവിടെ നടന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് 12 കൊട്ട നിറച്ച് തങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എടുത്ത് അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനായിട്ടിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഭക്ഷണം ബാക്കി വന്നു. ഞാൻ ഈ 5 അപ്പത്തെയും 2 മീനെയും വാഴ്ത്തിയ സംഭവത്തെക്കുറിച്ചൊന്നും വിമർശിക്കുകയല്ല. എന്നാൽ നമ്മളുണ്ടായിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയണേ, ഷെയറിങ്, പങ്കിട്ട് നൽകേണ്ടതായുള്ള ആവശ്യകത. ഇന്ന് ഈ ഇടവദിനത്തിൽ അച്ഛൻ നിങ്ങളുടെ ഇന്ന് പ്രത്യേകമായുള്ള സ്തോത്ര കാഴ്ചയൊക്കെ സ്വീകരിച്ചു. അപ്പോൾ നിങ്ങൾക്കുള്ള വകയിൽ നിന്ന് ദശാംശമൊന്നും കൊണ്ടുവന്നില്ല, അത് പോട്ടെ, കുറച്ച് കൊണ്ടുവന്നു.
നമ്മളെല്ലാവരും കൂടെ കൊടുത്താൽ മാത്രമേ ഈ ഇടവേടെ കാര്യങ്ങൾ നന്നായിട്ട് പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഈ ഷെയറിങ് നമുക്കുണ്ടാവണം. ഇവിടെ ഇന്ന് കുർബാനയ്ക്ക് എടുത്തു വയ്ക്കുന്നതായിട്ടുള്ള അപ്പോൾ എല്ലാം മുറിച്ചതാണ്. നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം മാത്രമാണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം കൊടുക്കുന്നു എന്നതാണ്. ഒരു വീട്ടിലെ അമ്മ നല്ലൊരു വട്ടയപ്പൊക്കെ ഉണ്ടാക്കിയെന്ന് ചിത്രീകരിക്കുക. വീട്ടിലുള്ളവർക്കെല്ലാം കൊടുക്കാനായിട്ട് കത്തിയെടുത്ത് മുറിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അത് അവിടെയുള്ള ആളുകൾക്കെല്ലാം ലഭ്യമാകത്തക്കവണ്ണമുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കും, അല്ലേ? എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. ഈ ഒരു ചിന്ത നമ്മെ എല്ലായ്പ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായുള്ള വായു, ജലം, നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥലം, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായുള്ള ജീവിതത്തിൻ്റെ സൗകര്യാദികളെല്ലാം തന്നെ ദൈവം നമുക്ക് നൽകിയത്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് തീരുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് തീരുന്നത്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ എന്നാരാ പറഞ്ഞേ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയൊക്കെ എഴുതിയതായിട്ടുള്ള ലേഖനത്തിലൂടെ അവിടെയുള്ള വിശ്വാസികളോട് പറയാണ്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുടെ ഉണ്ടായിരിക്കണം. ജീസസ് ദ മാൻ ഫോർ അതേഴ്സ് എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഈ ലോകത്തേക്ക് വന്നതായുള്ള കർത്താവ്. സ്വർഗോന്നതി വിട്ട് താഴെ ഭൂമിയിൽ മനുഷ്യനായിട്ടൊക്കെ പിറക്കുകയും മനുഷ്യനായിട്ടൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്തത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നത് അന്വർത്ഥമാക്കി തീർക്കുന്നതിനായിട്ടാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇത് കർത്താവെ നമ്മെ പഠിപ്പിക്കുന്നതായുള്ള ഭാഗമായിട്ടാണ് ഈ വേദഭാഗവും മനസ്സിലാക്കാൻ തക്കോണം നമുക്കിടയാവേണ്ടത്. ഞാൻ ജീവൻ്റെ അപ്പമാകും, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്നത് സൂചിപ്പിക്കുകയാണ്. ഇവിടെ മന്നായെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യേശുവിൻ്റെ അടുത്ത് വന്നതായുള്ള യഹൂദന്മാർ മോശ ഞങ്ങൾക്ക് മന്ന തന്നു എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്നതായുള്ള ആളുകളായിരുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, മോശയല്ല നിങ്ങൾക്ക് തന്നത്, നിങ്ങൾക്ക് തന്നത് ദൈവമാണ്. ആ ദൈവമാണ് തൻ്റെ പുത്രനിലൂടെ ക്രൂശിക്കപ്പെടുവാനായിട്ട് കാൽവറിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ ദൈവം ഈ എംപ്റ്റീഡ് ഹിംസെൽഫ് തന്നെ തന്നെ ശൂന്യമാക്കി തീർത്തു. അങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്കിടയാവുന്നത്. യാതൊരു കലവറയും കൂടാതെ എടുത്തു, എല്ലാം തന്നേക്കാം. പലപ്പോഴും ഈ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടമായ മകനെക്കുറിച്ചൊക്കെ വായിക്കുന്ന അവസരത്തിൽ ഈ അപ്പൻ എന്നാ അപ്പനാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിക്കും. എന്നാൽ മകൻ വന്ന് എനിക്കുള്ളതെല്ലാം തരണമെന്ന് പറഞ്ഞ അവസരത്തിൽ എടുത്തു, കൊണ്ടുവരും, തരാൻ താല്പര്യമുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്നതായുള്ള വാക്യം തെറ്റിദ്ധരിക്കരുത്. God allows his children to bother him. God allows his children to bother him. നമുക്ക് ദൈവത്തെ സഹിഷ്ണുതയില്ലാത്ത ഒരനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമോ? നമുക്ക് മാരാമൻ കൺവെൻഷൻ വന്ന് പ്രസംഗിച്ച ശാമുവേൽ കമലേസിനെ കുറിച്ചറിയാം. അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ അദ്ദേഹം താമസിച്ചിരുന്നത്. അമേരിക്കയിലെ തൻ്റെ ഭവനത്തിൽ തൻ്റെ വീട്ടിൽ വന്നതല്ല സന്ദർശകരോട് ഒന്നിച്ച് വർത്തമാനം പറയുകയാണ്. അപ്പോൾ തൻ്റെ അടുത്ത് വന്ന പേരക്കുട്ടികളിരുന്നു. സന്തോഷം, അവരവിടെ ഇരിക്കട്ടെ, അതിന് കാർപ്പറ്റൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇവരുടെ സംഭാഷണം തുടർന്ന അവസരത്തിൽ തൻ്റെ കാലിൽ എന്തോ കടിക്കുന്നത് പോലെ തോന്നി. നമ്മളൊക്കെയാണ് അതിക്ക് കൊതുകായിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ നീട്ടി അവിടെയൊക്കെ ഒന്ന് തുടരി, കൊതുകൊക്കെ പോയി കാണും എന്നൊക്കെ വിചാരിച്ചു. എന്നാൽ പിന്നെയും ഇങ്ങനെ പ്രിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പേരക്കുട്ടികൾ അവിടെ ഇരുന്ന് മുട്ടുസൂചി കൊണ്ട് വല്യപ്പൻ്റെ കാലിൽ കുത്തുകയാണ്. അപ്പോൾ ഈ കുട്ടികളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? വൈ ആർ യു ഡൂയിങ് ദിസ്? സ്നേഹത്തോടെയാണ് ചോദിച്ചത്, ദേഷ്യപ്പെട്ടൊന്നുമില്ല, സ്നേഹത്തോടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഗ്രാൻഡ്പാ, we have been drawing your attention for the last 10 minutes. You didn't bother about it. കഴിഞ്ഞ 10 മിനിറ്റ് ഞങ്ങളെ ശ്രദ്ധയൊന്ന് ആകർഷിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ ഒന്നും ഗവനിച്ചില്ല. അതുകൊണ്ടാണ് കുത്തിയത്. കുത്തിക്കഴിയുമ്പോൾ ഗവനിക്കുമെന്നറിയും. God allows his children to bother him. ഇങ്ങനെ കുത്തി വേദനിപ്പിക്കാൻ ദൈവം അനുവദിക്കും. അതുകൊണ്ടല്ലേ മോശയിൽ കൂടെ വിടുവിക്കപ്പെട്ടതായുള്ള ജനം മരുഭൂമിയിൽ കൂടെ നടന്നതായുള്ള അവസരത്തിലെല്ലാം പിറുപിറുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും? പിറുപിറുക്കുന്നുണ്ട്. പിറുപിറുക്കട്ടെ, അതിനാ God allows his children to bother him. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് വരുന്നതായുള്ള അവസരത്തിൽ ഓർത്തിരിക്കേണ്ടതായുള്ളൊരു വസ്തുത, മറ്റുള്ളവരെ കൂടെ കരുതണം. മറ്റുള്ളവരെ കൂടെ കരുതണം. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നതായാലും നിങ്ങൾ തിങ്ങിയൊക്കെ ഇരിക്കുന്നു, അതെനിക്കറിയാം. ഇനി കുർബാന കൊള്ളാൻ വരുമ്പോഴും തിക്കും തിരക്കൊക്കെ കാണും. എന്നാൽ തിരിച്ച് നിങ്ങൾ വീട്ടിലോട്ട് പോകുന്ന അവസരത്തിൽ നിങ്ങളുടെ മുമ്പേ കുർബാനയ്ക്ക് പോയതാരാ? നിങ്ങളുടെ അടുത്തിരുന്നതാരാ? അതറിയാൻ പാടില്ലാതെ വരുന്ന അവസരത്തിൽ എന്നാ അതിൻ്റെ അർത്ഥം? We are least bothered about who is present in the church. We are least bothered about who is present in the church. എന്നാൽ യേശു പറയുകയാണ്, I am the bread of life. ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഈ ജീവൻ്റെ അപ്പം അനുഭവിക്കണമെങ്കിൽ അത് മുറിച്ചേ തീരുകയുള്ളൂ. മുറിച്ചേ തീരുകയുള്ളൂ. നമ്മളുടെ ജീവിതത്തെ മുറിക്കുന്നതിനായിട്ട് നമുക്ക് സമ്മതമില്ലാതിരിക്കുന്ന അവസരത്തിലെല്ലാം, when you are self-possessed, when you think that you are self-contained, remember, മുറിക്കപ്പെടാത്തതൊന്നും കർത്താവിൻ്റെ ശരീരമായിരിക്കുവാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ വാക്ക് ഇച്ചിരി കാർക്കശ്യമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ചിന്തിച്ചു, മുറിക്കപ്പെടാത്തതൊന്നും കർത്താവിൻ്റെ ശരീരമായിരിക്കുവാൻ കഴിയില്ല. നിങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങളോടൊന്നിച്ച് വീട്ടിൽ വളരുന്നതായിട്ടുള്ള അവസരത്തിൽ, ഞാനിച്ചിരി റഫായിട്ട് പറയട്ടെ, മാതാപിതാക്കളെ കാർന്ന് തിന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇത് കൂടുതൽ സത്യമാണ് കുഞ്ഞ് ഗർഭത്തിലായിരിക്കുന്ന അവസരത്തിൽ. കുഞ്ഞിനുള്ള ആഹാരവും കൂടെ നിങ്ങൾ കഴിച്ചേ വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരം കുഞ്ഞിനോട് കൊടുത്തേ വെക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആഹാരവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ രക്തവും ഒക്കെ കുഞ്ഞിന് വേണ്ടി കൊടുക്കുകയാണ്. ആരും പുരികം ചുളിക്കേണ്ടതായുള്ള ആവശ്യകതയില്ല. ഫസ്റ്റ് കുർബാന ഈസ് ഇൻ ദി പ്രഗ്നൻസി പീരീഡ്.
ഇത് ദൈവം നൈസർഗികമായിട്ട് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായുള്ളൊരു കാര്യമാണ്. ഒരു കുഞ്ഞ് വീട്ടിൽ ജനിക്കുന്നതായുള്ള അവസരത്തിൽ 18 വയസ്സ് വരെയൊക്കെ അതിനെ കരുതണം എന്ന് പറയുന്ന അവസരം നമ്മളുടെ സമ്പാദ്യമൊക്കെ അവർക്കൂടെ കൊടുക്കണമെന്നാണ്. അവർക്കൂടെ അർഹിക്കപ്പെട്ടതാണ് നമ്മളുടെ സമ്പാദ്യം. അതുകൊണ്ട് പുറത്തു പോയി അധ്വാനിക്കുന്നതായുള്ള പിതാവിനും വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതായുള്ള അമ്മയ്ക്കും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ, വാത്സല്യത്തോടു കൂടി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ ജീവിതം മുറിച്ചു കൊടുത്തേ സാധിക്കുകയുള്ളൂ. എന്തിനാ ഞാൻ വേർപ്പൊരിച്ചത്, എന്തിനാ ഞാൻ കഠിനാധ്വാനം ചെയ്തത്, അല്ല നടുവൊടിഞ്ഞ് ഈ ജോലിയെല്ലാം അടുക്കളയിൽ ചെയ്തത്. All for the life of the new generation. All for the life of the new generation. ഇത് ദൈവം നൈസർഗികമായിട്ട് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഒരു പാഠമാണ്. ഇതിൽ നിന്നാണ് ദൈവത്തെ അറിയേണ്ടത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവെ നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനായിട്ടാണ്. നിങ്ങൾക്ക് ജീവൻ നൽകുന്നത് എൻ്റെ ശരീരം മുറിച്ചാണ്. നിങ്ങൾക്ക് രക്ഷ നൽകുന്നത്, വീണ്ടെടുപ്പ് നൽകുന്നത് നിങ്ങളെ കാൽവരി ക്രൂശിലുള്ള പരമയാഗത്തിലൂടെ വീണ്ടെടുത്തുകൊണ്ടാണ്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അവൾ ഓർപ്പിച്ച് ഞാൻ നിർത്താനായിട്ട് പോവുകയാണ്. ഒന്ന്, ഒരു യങ് റിച്ച് റൂളർ, അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുത്ത് വന്നു. യേശുവിനോട് ചോദിച്ചു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു അവനോട് പറയുകയാണ്, ഇന്നതൊക്കെയാണ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ നീ പാലിച്ചാൽ നിനക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാകും. എന്താ അവൻ പറയുന്നത്? ഞാൻ ചെറുപ്പം മുതൽ ഇതെല്ലാം പാലിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് പോയി ദരിദ്രർക്ക് കൊടുത്ത് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇപ്പോൾ നിൻ്റെ ശ്രദ്ധ മുഴുവൻ നിനക്ക് എന്തുമാത്രം കൂട്ടിവെക്കുവാനായിട്ട് കഴിയുമെന്നതാണ്. ഹൗ മച്ച് യു ക്യാൻ അമാസ്. ബാങ്കിൽ എന്തുമാത്രം നമുക്ക് സേവിങ്സ് ഉണ്ട്, നമുക്ക് വെൽത്തായിട്ട് പ്രോപ്പർട്ടി ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, വാഹനമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മളുടെ ചിന്ത. യാതൊരു സംശയമില്ല, നമ്മളുടെ അനേക യുവജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഉന്നതമായുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും നല്ലതായുള്ള ജോലി കിട്ടുന്നതിനുമാണ്. അങ്ങനെ പോകുന്നതായിട്ടുള്ള മക്കൾ പിന്നീട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അവിടെ ചെന്ന് പെർമനൻറ്റ് റെസിഡൻസ് ഒക്കെ കിട്ടിക്കഴിയുമ്പം പിന്നെ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. നിങ്ങളിന്ന് ഇവിടെ ഈ ഇടവേട് അംഗങ്ങളാണ്. നാളെ ഒരു പക്ഷേ ന്യൂയോർക്ക് സെൻറ്റ് തോമസ് ഇടവേൽ അംഗങ്ങളായിരിക്കും. ഓൾ ബിക്കോസ് യുവർ ചിൽഡ്രൻ വെൻ്റ് ഓവർ ദേ. അവരവിടെ പോയി, അവിടെ പഠിച്ചു, അവിടെ ജോലി കയറി, അവിടെ ശമ്പളം ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ഉള്ളിടത്തോളം കാലം എത്രമാത്രം കാശ് നടക്കുമെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. എന്നാൽ ഈ യൗവനക്കാരനോട് കർത്താവ് പറയാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർ കൊടുക്കണം. നിൻ്റെ ഫോക്കസ് ഇപ്പോൾ പ്രോപ്പർട്ടിയിലാണ്, പണത്തിലാണ്. അത് വിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കണം. എപ്പോൾ വന്ന് അനുഗമിക്കണം? എല്ലാം കൊടുത്തതിന് ശേഷം വന്ന് എന്നെ അനുഗമിക്കണം. ഒന്നുമില്ലാത്തവനായി എന്നെ അനുഗമിക്കൂ.
ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, വട്ടപൂജ്യമായി തീരാനായിട്ട് മനസ്സുണ്ടോ? വട്ടപൂജ്യമായിട്ട് തീരാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ? എല്ലാവരും തലകുലുക്കി സമ്മതിക്കും, എന്നെ പുലർത്തുന്നത് ദൈവമാണ്. എന്നാൽ ഈ നയാഗ്രയുടെ മുകളിൽ കൂടെ പോയതായിട്ടുള്ള ചെറുപ്പക്കാരൻ ചോദിച്ച പോലെ, എന്നാൽ എൻ്റെ കൂടെ വന്ന് ഇതിലോട്ട് നിൽക്കാവോ? അത് പറ്റില്ല. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് നിത്യജീവനെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തട്ടിക്കളഞ്ഞു. അവന് അധികം ധനമുള്ളവനാകിയാൽ അതിദുഃഖിതനായി പോയി കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം ഒരു ന്യായശാസ്ത്രി തന്നെയാണ്. യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു അവനോട് ചോദിക്കും, ന്യായപ്രമാണം എന്താ പറയുന്നത്? അവനതെല്ലാം പറഞ്ഞു. നിൻ്റെ ദൈവത്തെ നീ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതെല്ലാം യേശു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ പിന്നീട് ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്, എൻ്റെ അയൽക്കാരൻ ആരാണ്? അപ്പോൾ യേശു അവനോടൊരു ദൃഷ്ടാന്തം പറഞ്ഞു, നല്ല ശമരിയാക്കാരൻ്റെ കഥ. എന്നിട്ട് അവനോടൊരു മറുചോദ്യം, ആ അർത്ഥപ്രാണനായിട്ട് കിടന്ന മനുഷ്യൻ്റെ അടുത്ത് പുരോഹിതൻ വന്നു, ലേവ്യൻ വന്നു, ഒരു ശമരിയാക്കാരനും വന്നു. ഇവരിൽ ആരാണ് അവന് കൂട്ടുകാരനായിട്ട് തീർന്നത്? അവനെ ബുദ്ധിയോടുകൂടി ഉത്തരം പറഞ്ഞു, അർത്ഥപ്രാണനായിട്ട് കിടന്നവന് കരുണ കാണിച്ചതായുള്ള വ്യക്തിയാണ്. യേശു തന്നെ അവനോട് പറഞ്ഞത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്തു. നിത്യജീവനെ അനുഭവമാക്കി തീർക്കുവാൻ തക്കവണ്ണം ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത് കരുണ കാട്ടി ജീവിക്കണമെന്നുള്ളതാണ്. ഈസ് ഇറ്റ് പോസിബിൾ? കർത്താവ് അതുകൊണ്ട് ഈ ഭാഗത്തോടെ പറയുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. കുരിശെടുക്കാതെ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയില്ല. ക്രൂശിതനായുള്ള യേശുവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ് നാം ഓരോരുത്തരും ഓർത്തിരിക്കണം. കുരിശെടുക്കാതെ അവനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയില്ല. ജീവിതം മുറിച്ചു നൽകാതെ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരാൻ സാധിക്കത്തില്ല. നിത്യജീവനെ പ്രാപിപ്പാനായിട്ട് കഴിയുകയുമില്ല. നിക്കോദിമോസ് യേശുവിൻ്റെ അടുത്ത് ചോദിക്കുന്നതായുള്ള ചോദ്യം, ഞാൻ വൃദ്ധനായ ശേഷം ഇനി അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് പിന്നെ ഞാൻ ജനിക്കണമെന്നാണ് പറയുന്നത്. യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ വസിപ്പാൻ്റെ കൊണ്ട് നമുക്ക് ഇടയാകണം. പ്യൂരിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാകണം. അത് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മാമോദിസയേറ്റതായിട്ടുള്ള എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നാം ഉത്ഭുതമായത് തന്നെ. ഓരോ ദിവസവും നമ്മൾ കാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. എൻ്റെ വിശുദ്ധിയുള്ള ജീവിതവും പരിശുദ്ധാത്മാവിനാൽ പ്രയോജിതമായിട്ടുള്ള ജീവിതവും നയിക്കുവാനായിട്ട് നമുക്കിടയാവണം. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവുള്ളവരായിട്ട് ജീവിപ്പാനായിട്ടും ദൈവീകമായിട്ട് ജീവിപ്പാനായിട്ട് നമുക്കിടയായിട്ട് തരുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നതായവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അതാണ് നമുക്ക് നൽകുന്നത്. അവനിൽ വിശ്വസിക്കണം. ട്രസ്റ്റ് ഗോഡ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ, ഹി കീപ്സ് ഹിസ് പ്രോമിസസ്. ആ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിപ്പാൻ നമുക്കിടയാവട്ടെ. കർത്താവേ, ഇന്ന് നിൻ്റെ ശരീരവും നിൻ്റെ രക്തമൊക്കെ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കുർബാനയിൽ പങ്കെടുക്കുന്നതായുള്ള അവസരത്തിൽ നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം മനസ്സിലാക്കി നിനക്കുള്ളവരായി വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.